ഹായ്, SSLCയുടെ ഫസ്റ്റ് എക്സാം ആണ് നാളെ. എല്ലാവരും റെഡിയല്ലേ? നാളെ മലയാളം 1 ആണ്. 9:30 AM സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ നാളെ ഫസ്റ്റ് ഡേ ആണ്. നേരത്തെ പോയി എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്യുക. നമ്മൾ കൊണ്ടുപോകേണ്ടത് പെൻസിൽ, റൂളർ, ഇറേസർ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകുക. പക്ഷേ പെൻസ് ബ്ലൂ ഓർ ബ്ലാക്ക് അറ്റ്ലീസ്റ്റ് 2 നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. സ്കൂൾ ID കാർഡ് മസ്റ്റായിട്ട് എടുക്കണം. കാരണം ID കാർഡില്ലെങ്കിൽ ചിലപ്പോൾ എൻട്രി ചെയ്യിക്കാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾ തിരിച്ച് വന്ന് എടുത്ത് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ നോൺ സ്മാർട്ട് വാച്ചായിട്ട് കൊണ്ടുപോവുക. കാരണം നമുക്ക് ടൈം നോക്കിയിട്ട് എഴുതാനൊക്കെ ഒരു വാച്ച് നല്ലതായിരിക്കും. പക്ഷേ സ്മാർട്ട് വാച്ചും മൊബൈലും ഒരിക്കലും കൊണ്ടുപോകരുത്, ഇത് അനുവദനീയമല്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേയിൽ പോകുമ്പോൾ ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്യുമ്പോൾ ഹാൾ ടിക്കറ്റിൽ എൻഷുർ ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നെയിമും എല്ലാം ഓക്കെ ആണോ, എക്സാമിനേഷൻ സെൻറ്റർ എല്ലാം ഓക്കെ ആണോ എന്ന് എൻഷുർ ചെയ്യുക. അത് ഏകദേശം ഓക്കെ ആയിരിക്കും, എന്നാലും നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹാൾ ടിക്കറ്റുമായിട്ട് നിങ്ങൾ ഏത് എക്സാം ഹാളാണോ ഇരിക്കേണ്ടത് എന്നുള്ളതൊരു നോട്ടീസ് ബോർഡിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ രജിസ്റ്റർ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ, അതുകൊണ്ട് നാളെ എന്തായാലും നേരത്തെ പോണേ. എന്നിട്ട് ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ ആ ക്ലാസ്സിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഈ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആ ഒരു ബെഞ്ചിലോ അല്ലെങ്കിൽ ഡെസ്കിലോ എങ്ങനെ ആ ഒരു ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ആദ്യം കണ്ടുപിടിച്ച് ഇരിക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ സമയം വേസ്റ്റ് ചെയ്യരുത്. ആദ്യം നമ്മളിത് കണ്ടുപിടിച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ പുറത്ത് വന്നിട്ട് നമ്മൾ അത്യാവശ്യം നോക്കേണ്ട പോയിൻറ്റ്സ് എല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുസ്തകം ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതേമാതിരി നമ്മൾ പുസ്തകങ്ങളും നമ്മളെ ബാഗും വാട്ടർ ബോട്ടിലൊക്കെ പുറത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ. പെൻസിൽ, അതേപോലെ സ്റ്റേഷനറി, ഹാൾ ടിക്കറ്റ്, പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ആ ഒരു എഴുതി ജയിക്കണമെന്നുള്ളൊരു ഉത്തമ ബോധവും, ഇതാണ് നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാമിനർ ആദ്യം തരിക നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനർ ആ ഒരു പേപ്പർ തരും, ഫ്രണ്ട് ഷീറ്റ് തരും. ഫ്രണ്ട് ഷീറ്റ് ബുക്ക്ലെറ്റ് എന്ന് പറയും. ആ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ രജിസ്റ്റർ നമ്പറെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻഷുർ ചെയ്യുക എവറിത്തിങ് ഈസ് ഓക്കെ എന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. കാരണം 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട്, അത് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ 15 മിനിറ്റ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനൊക്കെ നന്നായി വായിച്ച് നോക്കുക. എന്നിട്ട് ആൻസർ പ്ലാൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് റീഡ് ചെയ്യണേ. ചില ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. അത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണത്, അതിൻ്റെ സിലബസും ഫസ്റ്റാണ്. അതുകൊണ്ട് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവിജിലേറ്ററിനോട് ചോദിക്കാമെന്നാണ് തോന്നുന്നത് ചില കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളുടെ ടൈമാണ് ആൻസർ എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആൻസർ നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.